ഹലോ ഡിയർ സ്റ്റുഡൻസ്, വെൽക്കം ബാക്ക് ടു എജുവാല 2.0. നമ്മൾ ബിസിനസ് സ്റ്റഡീസ് ഇപ്പോൾ ചാപ്റ്റർ വൈസ് വീഡിയോസ് ചെയ്തിരുന്നു, വെയിറ്റേജ് വീഡിയോസ് ചെയ്തിരുന്നു. ദെൻ ഇമ്പോർട്ടൻ്റ് ആയി പഠിക്കേണ്ട 6 പാഠങ്ങൾ ഒരു പാർട്ട് 1 പോലെ. ദെൻ ബാക്കിയുള്ള 5 പാഠങ്ങളിൽ നിന്നും 11 പാഠത്തിലെ 6 പാഠങ്ങൾ നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കണമെന്ന് പറഞ്ഞിരുന്നു. അത് ഏതാണെന്നൊക്കെ നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട്. ദെൻ ബാക്കിയുള്ള 5 പാഠങ്ങളിൽ നിന്നും നിങ്ങൾ പഠിക്കേണ്ട 15 ചോദ്യങ്ങൾ അത് നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട്. അത് കാണാത്തവരുണ്ടെങ്കിൽ അതിൻ്റെ എല്ലാം ഡിസ്ക്രിപ്ഷനിൽ മിസ് ലിങ്ക് കൊടുക്കുന്നുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ വേഗം പോയി കാണാം. ഇത് ലാസ്റ്റ് വീഡിയോ മീൻസ് അതൊക്കെ കഴിഞ്ഞ ശേഷമുള്ള ഒരു വീഡിയോ ആണ്. A+ ടോപ്പിക്സ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് സംശയം തോന്നാം, എന്തുകൊണ്ടാണ് A+ ടോപ്പിക്സ് മാത്രമായിട്ട് മിസ് വീഡിയോ ചെയ്യുന്നത്? ബാക്കിയുള്ള അതേ ടോപ്പിക്കുകളൊക്കെ തന്നെയല്ലേ നമ്മൾ ഇതിലും പഠിക്കേണ്ടതായിട്ടുള്ളൂ. അങ്ങനെയല്ല, നമുക്ക് ചിലപ്പോൾ ക്വസ്റ്റ്യൻ പേപ്പർ ടഫായിരിക്കാം. ടഫ് എന്ന് പറഞ്ഞാൽ എന്താ, നമുക്കൊരു ബിസിനസ് സ്റ്റഡീസ് നല്ല രീതിയിൽ ടഫ് ആവുന്നു എന്ന് പറയണമെങ്കിൽ നമ്മൾ പ്രതീക്ഷിക്കാത്ത ചോദ്യങ്ങൾ അതിൽ നിന്ന് വരണം. ഇപ്പോൾ ഒരു പാഠത്തിൽ നമുക്ക് ടോട്ടലി കംപ്ലീറ്റ് ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്ന് റിപ്പീറ്റഡ് ആയ ചോദ്യങ്ങളാവും നമ്മൾ പഠിച്ചിരിക്കാം. പക്ഷെ നമുക്ക് എന്താ പറയുക, നമ്മൾ അൺഫോർച്ചുനേറ്റ്ലി എന്ന് വേണമെങ്കിൽ പറയാം, നമുക്ക് വേറെ ചോദ്യങ്ങൾ നമ്മൾ തീരെ പഠിക്കാത്ത കേൾക്കാത്ത ടോപ്പിക്കുകൾ ചോദിക്കാം. അങ്ങനെയാണെങ്കിൽ A+ വിചാരിച്ച സ്റ്റുഡൻസിനെല്ലാം മാർക്ക് നഷ്ടം. അപ്പോൾ A+ എന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം, നിങ്ങൾക്ക് 80 മാർക്കിൻ്റെ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ 70 മാർക്കിന് നിങ്ങൾ കിട്ടിയിരിക്കണം. അല്ല എങ്കിൽ നിങ്ങൾക്ക് +1 80 70 കൂടുതൽ കിട്ടിയിട്ടുണ്ട് എങ്കിൽ നമ്മളൊരു 65ൻ്റെ മുകളിലൊക്കെ എങ്ങനെയും വാങ്ങണമെങ്കിൽ മാത്രമേ നമുക്കതൊരു A+ ആവുള്ളൂ. അതിൽ 20 മാർക്ക് C മാർക്ക് കൂട്ടാതെയാണ് കേട്ടോ മിസ് പറഞ്ഞത്. 80 70 ആണ് നമ്മുടെ A+ൻ്റെ റേഞ്ച്. +1 നിങ്ങൾ 70ൻ്റെ മേലെ വാങ്ങിയിട്ടുണ്ട് എങ്കിൽ, അതായത് ഇപ്പോൾ +1 നിങ്ങൾക്ക് 75 മാർക്ക് ബിസിനസ് സ്റ്റഡീസിൽ കിട്ടിയിട്ടുണ്ട് എങ്കിൽ നിങ്ങൾ +2 ഈ 5 മാർക്ക് ഇതിൽ നിന്ന് കുറച്ച് 65 വാങ്ങിയാൽ മതി. അപ്പോൾ ഇത് രണ്ടും കൂടി ആഡ് ആയിട്ട് അത് A+ ആയി മാറി. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ് അതിൻ്റെ ഒരു കാൽക്കുലേഷൻ. എങ്കിലും നിങ്ങളുടെ റേഞ്ച് A+ എന്ന് പറയുന്നത് 70 മാർക്കാണ്. അപ്പോൾ A+ വാങ്ങണം എന്നുള്ള സ്റ്റുഡൻസ് എപ്പോഴും ബിസിനസ് സ്റ്റഡീസ് പഠിക്കുമ്പോൾ 10 മാർക്ക് ഞാൻ വിട്ടുകൊടുക്കുള്ളൂ എന്ന് മൈൻഡിൽ കരുതാം. കാരണം എന്താ, 10 മാർക്ക് കളഞ്ഞ് ബാക്കി 70 മാർക്ക് എനിക്ക് വാങ്ങിച്ചെടുക്കണം. അപ്പോൾ 1 മാർക്ക് തെറ്റാൻ പാടില്ല. 1 മാർക്ക് നമുക്കൊരു 10 ക്വസ്റ്റ്യൻസ് നോർമലി ഉണ്ടാവാറുണ്ട്. 8 മാർക്ക് ക്വസ്റ്റ്യൻസ് നമുക്കൊരു 2 ഉണ്ടാവാറുണ്ട്. അതൊക്കെ നമുക്ക് കംപ്ലീറ്റ് ഇങ്ങോട്ട് വാങ്ങിച്ചെടുക്കും വേണം. ഒപ്പം നമ്മളെ ചതിക്കുന്നത് 2 മാർക്ക് ക്വസ്റ്റ്യൻസ് ആണ് നമ്മളെ എപ്പോഴും ചതിക്കുക. കാരണം നമ്മൾ പ്രതീക്ഷിക്കാത്ത ടോപ്പിക്കുകളൊക്കെയാണ് 2 മാർക്കിലേക്ക് പോവുക. ആ 2 മാർക്ക് A+ ചോദ്യങ്ങളാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുക. ഇതിൽ മിസ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറഞ്ഞ വീഡിയോസിലെ ചോദ്യങ്ങളൊന്നും തന്നെ ഉൾപ്പെടുത്തിയിട്ടില്ല. ഇപ്പോൾ 2ാം പാഠത്തിലോ പ്രിൻസിപ്പളിൻ്റെ 5 പ്രിൻസിപ്പളോ 4 പീസ് ഓഫ് മാർക്കറ്റിംഗ് മിക്സ് ഒന്നും ഇതിലില്ല. അതെല്ലാം നമ്മൾ സെപ്പറേറ്റ് വീഡിയോ ചെയ്തിട്ടുണ്ട്, അത് കാണാം. ഇതിൽ നിങ്ങൾക്ക് പരിചയമില്ലാത്തതോ അല്ലെങ്കിൽ ചില ടോപ്പിക്കുകൾ മാത്രം, അതായത് ടഫ് പേപ്പറിൽ റിപ്പീറ്റഡ് ആയി കാണുന്ന 2 മാർക്ക് ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ 3 മാർക്ക് ക്വസ്റ്റ്യൻസ് 5 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതുകൊണ്ടാണ് മിസ് അതിനെ A+ ടോപ്പിക്സ് എന്ന് വിളിക്കുന്നത്. കാരണം 2 മാർക്കിൻ്റെ ഇതിലത്തെ ടോപ്പിക്കുകൾ ഒരു 5 എണ്ണം പോയാൽ ആ 10 മാർക്ക് അവിടെ ഓൾറെഡി കഴിഞ്ഞു. ബാക്കിയുള്ള നിങ്ങൾ വാങ്ങണ്ടേ. അപ്പോൾ ഏതൊക്കെയാണ് A+ കുട്ടികൾ മെയിനായിട്ട് പഠിക്കേണ്ടത്? അപ്പോൾ നിങ്ങൾ വിചാരിക്കും A+കാർ മാത്രം പഠിച്ചാൽ മതി. അങ്ങനെയല്ല, എല്ലാവരും പഠിക്കുക. A+ പോവാതിരിക്കാനുള്ള ടോപ്പിക്കുകളാണിത്. നോക്കി വെക്കാം. ആദ്യമായിട്ട് നിങ്ങൾ ഫസ്റ്റ് ചാപ്റ്ററിൽ നിന്ന് മാനേജ്മെൻറ്റ് ഏസ് സയൻസ് പഠിക്കണം. നമുക്ക് ചില ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിക്കാറുണ്ട്, കാൻ യു എക്സ്പ്ലെയിൻ ദ കൺസെപ്റ്റ് മാനേജ്മെൻറ്റ് ഏസ് സയൻസ്, ആർ യു എഗ്രി വിത്ത് മാനേജ്മെൻറ്റ് സയൻസിനായിട്ട് നിങ്ങൾക്ക് എഗ്രി ചെയ്യാൻ സാധിക്കുമോ? 1ാം പാഠത്തിൽ നിന്ന് പഠിക്കുക. അപ്പോൾ സയൻസിനെ കുറിച്ചിട്ട് എന്താ സ്പെഷ്യലൈസ്ഡ് ബോഡി ഓഫ് നോളജ് ഉണ്ടായിരിക്കും. അപ്പോൾ അതൊക്കെ നമ്മളെ മാനേജ്മെൻറ്റിലും ഉണ്ട്. അങ്ങനെ നിങ്ങൾ അതിനൊന്ന് കമൻറ്റ് ക്വസ്റ്റ്യൻ പോലെ ഒരു 5-6 സെൻറ്റൻസ് പഠിക്കാം. ദെൻ പ്രിൻസിപ്പിൾസ് ഓഫ് സയൻറ്റിഫിക് മാനേജ്മെൻറ്റ്, സാധാരണ നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പറിൽ ഒന്നും ചോദിക്കാത്ത സാധനമാണ് പ്രിൻസിപ്പിൾസ് ഓഫ് സയന്റിഫിക് മാനേജ്മെന്റ്. നമുക്ക് ടെക്നിക്സ് ഓഫ് സയന്റിഫിക് മാനേജ്മെന്റ് ചോദിക്കാറുണ്ട്. ടൈലർ, ഇത് ഇങ്ങനെയും ചോദിക്കാം, അല്ലെങ്കിൽ ടൈലറുടെ പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞിട്ട് നമുക്ക് ചോദിക്കാം. ടൈലറുടെ സയന്റിഫിക് പ്രിൻസിപ്പിൾ, മോഡേൺ പ്രിൻസിപ്പിൾസ് ഏതൊക്കെയാണ്? FW ടൈലറുടെ, അത് 14 എണ്ണം അല്ല, നമുക്കിതൊരു 4 എണ്ണം ഉള്ളൂ. എന്താണ്? റീപ്ലേസ്മെന്റ് ഓഫ് ഓൾഡ് തമ്പ് റൂൾ മെത്തേഡ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ളതൊക്കെയാണ് ഉള്ളത്. ദെൻ ടൈപ്സ് ഓഫ് പ്ലാൻ, 4ാം ചാപ്റ്ററിൽ നിന്നാണ്. നമ്മൾ പ്ലാനിങ്ങിന്റെ ചാപ്റ്ററിൽ പ്ലാൻസ്, പോളിസീസ്, റൂൾസ്, പ്രോഗ്രാംസ്, പ്രൊസീജിയർ എന്ന് പറഞ്ഞിട്ടുള്ള ബഡ്ജറ്റ് എന്നൊക്കെ പറഞ്ഞുള്ള സംഭവമാണ്. ആ ടൈപ്സ് ഓഫ് പ്ലാനിങ്ങും നമുക്ക് അങ്ങനെ എല്ലാവർക്കും ചോദിക്കാറില്ല. ചിലപ്പോൾ 8 മാർക്കിലേക്ക് ഇത് പോയിട്ടുണ്ട് ചില ക്വസ്റ്റ്യൻ പേപ്പറിൽ. അപ്പോൾ ടൈപ്സ് ഓഫ് പ്ലാനിങ് പഠിക്കാം. ദെൻ ഡിപ്പാർട്ട്മെന്റൈസേഷൻ എന്താണെന്ന് 4 മാർക്കിന് ചോദിക്കും. ഇത് നമ്മുടെ എന്താ പറയുക, ഓർഗനൈസിങ്ങിന്റെ സ്റ്റെപ്പിൽ വരുന്നതാണ്. അപ്പോൾ ഇതേപോലെ ഇവിടുന്നൊക്കെയുള്ള ചോദ്യങ്ങൾ ചിലപ്പോൾ നിങ്ങൾ ഈ ടോപ്പിക്കുകളൊക്കെ ചില സ്റ്റുഡൻസ് ആദ്യമായിട്ടാവും കേൾക്കുന്നുണ്ടാവുക. അപ്പോൾ നിങ്ങൾ ഇതൊക്കെ എവിടെയൊക്കെ എടുക്കണം? അപ്പോൾ ഡിപ്പാർട്ട്മെന്റലൈസേഷൻ എന്ന് പറയുന്നത് നമ്മളെ ഓർഗനൈസിങ്ങിന്റെ ചാപ്റ്ററിൽ
സെക്കൻഡ് സ്റ്റെപ്പാണ് ഡിപ്പാർട്ട്മെന്റലൈസേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് ഡിപ്പാർട്ട്മെന്റലൈസേഷൻ? ഓരോ ഡിപ്പാർട്ട്മെന്റ് ആയിട്ട് അസൈൻ ചെയ്യുന്നതിനാണ് ഡിപ്പാർട്ട്മെന്റലൈസേഷൻ എന്ന് പറയാം. ദെൻ സ്പാൻ ഓഫ് കൺട്രോൾ എന്താണ്? ഇത് മിസ് എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലാണ് സ്പാൻ ഓഫ് കൺട്രോൾ നമുക്ക് 2 മാർക്കിന് ചോദിക്കുമ്പോൾ എഴുതണം. സ്പാൻ ഓഫ് കൺട്രോൾ, സ്പാൻ ഓഫ് മാനേജ്മെന്റ് എന്താണ്? ദെൻ എലമെന്റ്സ് ഓഫ് ഡെലിഗേഷൻ, അക്കൗണ്ടബിലിറ്റി, അതുപോലെ തന്നെ റെസ്പോൺസിബിലിറ്റി എന്ന് പറഞ്ഞിട്ടുള്ള 3 എലമെന്റ്സ്. ദെൻ സെൻട്രലൈസേഷനും ഡീസെൻട്രലൈസേഷനും നമ്മൾ ഡിഫറൻസ് ചോദിക്കാറുണ്ട്. ട്രാൻസ്ഫറും പ്രൊമോഷനും. പിന്നെ A+ കുട്ടികളോട് പറയാനുള്ളത് എല്ലാ ഡിഫറൻസും, ഓൾ ഡിഫറൻസ് ക്വസ്റ്റ്യൻസ് നിങ്ങൾ പഠിക്കാം. മെയിനായിട്ട് ചിലപ്പോൾ ഇൻഫോർമലും ഫോർമലും നമ്മളോട് ചോദിക്കാറുള്ളൂ. പക്ഷെ നമ്മളെ ഭാഗ്യത്തിന് ഇപ്രാവശ്യം സെൻട്രലൈസേഷനും ഡീസെൻട്രലൈസേഷനും ചോദിക്കാം, ഡെലിഗേഷനും ഡീസെൻട്രലൈസേഷനും ചോദിക്കാം, അതുപോലെ ട്രാൻസ്ഫറും പ്രൊമോഷനും ചോദിക്കാം. അതൊന്നും അങ്ങനെ ചോദിക്കാറില്ല ക്വസ്റ്റ്യൻ പേപ്പറുകൾ. ദെൻ വെസ്റ്റിബ്യൂൾ ട്രെയിനിങ് എന്താണെന്ന് മാത്രം ചോദിക്കാറുണ്ട് 3 മാർക്കിന്. ഇതെവിടെ കിടക്കുന്നത്? എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് ഓഫ് റിക്രൂട്ട്മെന്റ് ആണ്. നമ്മൾക്ക് ഇന്റേണൽ ഫാക്ടേഴ്സ് ഉണ്ട്, എക്സ്റ്റേണൽ സോഴ്സസ് ഉണ്ട്. 2 സോഴ്സസിലും എക്സ്റ്റേണൽ സോഴ്സസിലാണ് വെസ്റ്റിബ്യൂൾ ട്രെയിനിങ് എടുക്കുന്നത്. ദെൻ വേരിയസ് ടൈപ്സ് ഓഫ് ടെസ്റ്റ്. ഇത് ഇവിടുന്ന് മിസ് കിട്ടുന്ന സെലക്ഷൻ പ്രോസസ്സിലെ ടെസ്റ്റ് കണ്ടക്ട് ചെയ്യുന്ന സെലക്ടിങ് ടെസ്റ്റുകളുടെ ഡിഫറെൻറ്റ് ടെക്സ്റ്റ്, ഇന്റലിജന്റ് ടെസ്റ്റ്, ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ്, അത് പഠിക്കാം. ദെൻ റോൾ ഓഫ് സൂപ്പർവൈസേഴ്സിന്റെ റോൾ എന്താണ്? ഇത് നമ്മൾ ചാപ്റ്റർ എന്ന് പറയുന്നത് നമ്മുടെ മറ്റേ മോട്ടിവേഷൻ്റെ ചാപ്റ്ററാണ്. അതായത് ഡയറക്റ്റിങ്ങിൽ സൂപ്പർവിഷൻ, മോട്ടിവേഷൻ, ലീഡർഷിപ്പ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ. അതിൽ സൂപ്പർവിഷനിലുള്ളതാണ് റോൾ ഓഫ് സൂപ്പർവൈസർ എന്താണ്. ദെൻ മോട്ടിവേഷൻ്റെ പ്രോസസ്സ് എന്താണ്. മാനേജ്മെന്റ് ബൈ എക്സെപ്ഷനെ കുറിച്ചിട്ട് 2 മാർക്കിന് ചോദിക്കാറുണ്ട്. ദെൻ നമുക്ക് ചോദിക്കാറുണ്ട് 3 ഇമ്പോർട്ടൻറ്റ് ഡിസിഷൻസ് ഓഫ് ഫൈനാൻസ് മാനേജർ. അങ്ങനെയാണ് നമ്മളോട് ചോദിക്കുന്നത്. നമ്മുടെ 9th ചാപ്റ്റർ ആണ് ഫിനാൻഷ്യൽ മാനേജ്മെന്റ്. അതായത് ഒരു ഫൈനാൻസ് മാനേജർ ഏതൊക്കെ രീതികളിൽ തീരുമാനങ്ങൾ എടുക്കണം. അപ്പോൾ നിങ്ങളിങ്ങനെ ആലോചിക്കരുത്. അപ്പോൾ നമ്മൾ ഫൈനാൻസിങ് ഡിസിഷൻസ് ആണ് വരുന്നത്. ഡിവിഡൻഡ്, ഇൻവെസ്റ്റ്മെന്റ്, ഫൈനാൻസിങ് ഡിസിഷൻസ് അത്. ദെൻ ഫിനാൻഷ്യൽ ലിവറേജ് എന്താണ്? 2 മാർക്കിന് നമ്മളോട് ചോദിക്കാറുണ്ട്. ഡെപ്റ്റ് ഇക്വിറ്റി നമ്മളെ റേഷ്യോനാണ് ഫിനാൻഷ്യൽ ലെവറേജ് നമ്മളോട് പറയാറ്. അപ്പോൾ ഇത് 2 മാർക്കിന് ചോദിക്കാറ്. അപ്പോൾ 2 മാർക്കിൻ്റെ നമുക്ക് എങ്ങനെ ഒരു 8 ക്വസ്റ്റ്യനൊക്കെ ചോദിക്കാറുണ്ട്. അപ്പോൾ 16 മാർക്കോളം നമുക്ക് 2 മാർക്കിലേക്ക് പോകുമ്പോൾ നമുക്ക് ബുദ്ധിമുട്ടാണ്, അല്ലെങ്കിൽ അയ്യോ നമ്മുടെ മാർക്ക് അവിടെ പോകുന്നുള്ള പേടിയുള്ളവർ വേഗം ഈ ടോപ്പിക്കുകളൊക്കെ പഠിക്കാം കേട്ടോ. ദെൻ പിന്നീട് ഫങ്ഷൻസ് ഓഫ് മാർക്കറ്റിംഗ് മാനേജ്മെന്റ്. അത് അങ്ങനെ ചോദിക്കാറില്ല essay ക്വസ്റ്റ്യൻ. ചിലപ്പോൾ നമ്മളെ ഭാഗ്യത്തിന് ക്വസ്റ്റ്യൻ പേപ്പർ ടഫായി കഴിഞ്ഞാൽ, അപ്പോൾ നമ്മൾ ടഫ് ഉള്ളതിൽ നിന്നുള്ള നല്ല രീതിയിലുള്ള നോൺ ഫോക്കസ് ഏരിയ അല്ലാത്തതിന് ഇമ്പോർട്ടൻസ് കൊടുക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് A+ അവിടെ കിട്ടുള്ളൂ. അതുകൊണ്ടാണ് മിസ് ഇതിനെ A+ വീഡിയോ എന്ന് പ്രത്യേകം വിളിക്കാൻ കാരണം. ദെൻ ടൈപ്സ് ഓഫ് ചാനൽസ് ഓഫ് ഡിസ്ട്രിബ്യൂഷൻ 0 ലെവൽ, 1 ലെവൽ, 2 ലെവൽ, 3 ലെവലാണ് അവിടെ വരുന്നത്. ദെൻ പിന്നീട് പ്രൊമോഷൻ മിക്സിനെ കുറിച്ചിട്ട് മിസ് പറഞ്ഞിരുന്നില്ല. പ്രൊമോഷൻ മിക്സ് ചോദിച്ച ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഉണ്ട് കേട്ടോ. അതായത് പബ്ലിസിറ്റി, പേഴ്സണൽ സെല്ലിംഗ്, അതായത് പ്രൊമോഷൻ മിക്സ് നമ്മൾ യൂസ് ചെയ്യുന്ന ഡിഫറെൻറ്റ് ടെക്നിക്സ് 4 തരമുണ്ട്. അതും പഠിക്കണം. ദെൻ ലീഗൽ പ്രൊട്ടക്ഷൻ ടു കൺസ്യൂമേഴ്സിന് കൊടുക്കുന്ന ലീഗൽ പ്രൊട്ടക്ഷൻ ആക്റ്റുകൾ, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ആക്ട് ആണ് ഇവിടെ വരുന്നത്. നിങ്ങൾ വലിയ കാര്യമാക്കി പഠിക്കണമെന്നില്ല ഇത്, എങ്കിലും ജസ്റ്റ് ഒന്ന് വായിച്ചു പോവാം. കാരണം നമുക്ക് ഇനി എങ്ങാനും വന്നാൽ 2-3 ആക്ടുകൾ CPA എന്തായാലും എഴുതാം. കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് 1986 എന്തായാലും നിങ്ങൾ എഴുതാം. അതിൻ്റെ കൂടെ കുറച്ച് ഗുഡ് സർവീസ് ആക്ടുകൾ എന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് ആക്ടുകളും കൂടി ഉണ്ട്. അപ്പോൾ ഓരോ ആക്ടുകളും 2-3 എണ്ണം നിങ്ങളൊന്ന് ജസ്റ്റ് നോക്കി വെക്കാം. കാരണം എങ്ങാനും 2 മാർക്കിൽ നിങ്ങളോട് ഏതെങ്കിലും 2 ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ആക്ട് ദാറ്റ് പ്രൊട്ടക്ട് കൺസ്യൂമേഴ്സ് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു ആക്റ്റാവും അറിയാം. അപ്പോൾ കുറേ ആക്ടുകൾ ഉണ്ട്. മിസ്സാണ് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. കണ്ട, കോൺട്രാക്ട് ആക്ട് ഉണ്ട്, സെയിൽ ഓഫ് ഗുഡ്സ് ആക്ട് ഉണ്ട്, എസെൻഷ്യൽ കമ്മ്യൂണിറ്റീസ് ആക്ട് ഉണ്ട്. കാരണം ഏതെങ്കിലും ഒരു 3 ആക്ടുകൾ നിങ്ങളതിൽ പഠിച്ചു വയ്ക്കാം. ദെൻ കൺസ്യൂമറിൻ്റെ റെസ്പോൺസിബിലിറ്റീസ്. നമുക്ക് കൺസ്യൂമേഴ്സിന് കുറച്ച് റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട് ചെയ്യാനായിട്ട്. അപ്പോൾ അത് ഏതാണ് നമ്മുടെ റെസ്പോൺസിബിലിറ്റി? അവയർനെസ് ആയിരിക്കണം. ഓൺലി സാനിറ്റൈസ്ഡ് ഗുഡ്സ് മാത്രം വാങ്ങാം. പിന്നെ റീഡ് ദ ലാബൽസ് കെയർഫുള്ളി, ഹോണസ്റ്റ് ഇൻ ഡീലിംഗ്സ്, ഇൻസിസ്റ്റ് ഇൻ ക്യാഷ് മെമ്മോ, ഫയൽ എ കംപ്ലയിൻറ്റ്, സേവ് ദ എൻവയോൺമെൻറ്റ് ഫ്രം കൺസ്യൂമർ സൊസൈറ്റീസ്. അപ്പോൾ അങ്ങനെ ഉള്ള കുറച്ച് റെസ്പോൺസിബിലിറ്റികൾ നമ്മൾ പഠിക്കാം. സാധാരണ റെസ്പോൺസിബിലിറ്റിനേക്കാൾ കൂടുതൽ റൈറ്റ്സ് ഓഫ് കൺസ്യൂമർ ആണ് ചോദിക്കാറ്. പക്ഷേ A+ കുട്ടികൾക്ക് A+ വേണമെന്ന് വിചാരിച്ച് പഠിക്കുന്ന ഹാർഡ് വർക്ക് ചെയ്യുന്ന കുട്ടികൾ ഈ ക്വസ്റ്റ്യൻസും കൂടി ഒന്ന് നോക്കണം. ഇതിൽ കൂടെ ഒന്ന് പോയി നോക്കി വെക്കാം. ഇതിൽ പഠിക്കണം എന്ന് പറഞ്ഞ ടോപ്പിക്കുകൾ, മിസ് പറയുന്ന ടോപ്പിക്കുകൾ എന്തായാലും പഠിക്കുക. ജസ്റ്റ് വായിച്ചു നോക്കിയാൽ മതി എന്ന് പറഞ്ഞ 2-3 ടോപ്പിക്കുകൾ ഉണ്ടല്ലോ, അത് ജസ്റ്റ് നിങ്ങൾ വായിച്ചു നോക്കിയാലും മതി. ഓക്കെ, അപ്പോൾ ചാപ്റ്റർ ബേസ് പഠിക്കുമ്പോൾ നിങ്ങൾ ഈ ടോപ്പിക്കുകൾ കാണുമ്പോൾ അയ്യോ ഇത് അവോയ്ഡ് ചെയ്യരുത്. A+ വേണം എന്നുള്ള സ്റ്റുഡൻസ് നിങ്ങളിത് പഠിക്കാം. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും A+ ഉണ്ടാവട്ടെ. എല്ലാവരും A+ ക്വസ്റ്റ്യൻസും കൂടി ഒന്ന് നിങ്ങൾ മിസ്സിൻ്റെ വീഡിയോസ് നന്നായി കാണുന്നുണ്ട്, കമൻറ്റ് ക്വസ്റ്റ്യനിൽ കാണുന്നുണ്ട്. അപ്പോൾ കമൻറ്റിൽ നമ്മൾ പറയുമ്പോൾ A+ വേണമെന്നുള്ളവർ, ഫുൾ മാർക്ക് വേണമെന്നുള്ളവർക്ക് ഈ ക്വസ്റ്റ്യൻ കൂടി ഒന്ന് കടന്നു പോവാം. അപ്പോൾ കുറച്ച് കുട്ടികൾ മാത്രമായിട്ട് മിസ് കാറ്റഗറൈസ് ചെയ്യുകയല്ല നിങ്ങളെ. കാരണം നിങ്ങളുടെ എല്ലാവരുടെയും കാലിബർ ഒരേപോലെയല്ല. പലർക്കും പല രീതിയിലുള്ള കാലിബറും ടാലൻറ്റാണ് ഉള്ളത്. പിന്നെ +1 മാർക്കുകളും നിങ്ങൾക്ക് ഡിഫറെൻ്റ് ആണ്.
അപ്പോൾ ഫുൾ A++1 കിട്ടിയിട്ട് +2 അത് പോവരുത്, അതുകൊണ്ടാണ് A+ എന്ന് പറയുന്നത്. പിന്നെ A+ ചോദ്യങ്ങൾ പഠിച്ചു എന്ന് വെച്ച് ഞങ്ങൾക്ക് ഡബിൾ പാസ് മതി അല്ലെങ്കിൽ ഞങ്ങൾക്ക് A ഗ്രേഡ് മതി, അത് ഞാനിത് നോക്കുന്നില്ല, അങ്ങനെയും ചെയ്യരുത്. മാക്സിമം നിങ്ങൾ എല്ലാ വീഡിയോസിലെ ടോപ്പിക്കുകളും നിങ്ങൾ ഇങ്ങനെ കടന്നു പോകണം. കാരണം നിങ്ങൾക്ക് ടൈം ഉള്ളതുപോലെ നല്ല രീതിയിൽ യൂട്ടിലൈസ് ചെയ്യുക. സ്റ്റാറ്റിസ്റ്റിക്സ് എക്സാം കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു 10 ദിവസമൊക്കെ അവിടെ എടുക്കുന്നുണ്ട് നിങ്ങൾക്ക് പഠിക്കാനായിട്ട്. 14-ാം തീയതിയാണ് എക്സാം, ഒരു 7-8 ദിവസം അവിടെ എങ്ങനെയും എടുക്കുന്നുണ്ട് ബിസിനസ് പഠിക്കുക. അപ്പം അങ്ങനെ ഓരോരോ വീഡിയോസിൽ പറയുന്ന ചോദ്യങ്ങളൊക്കെ ഞാൻ പഠിച്ചില്ലേ നോക്കാം. A+ ചോദ്യങ്ങൾ 5 പാഠങ്ങളിൽ നിന്നുള്ളത്, 6 പാഠങ്ങളിൽ നിന്നുള്ളത്, essay ക്വസ്റ്റ്യൻസ് 10 പാഠങ്ങൾ, 10 ചോദ്യങ്ങളൊക്കെ മിസ് ചെയ്തിട്ടുണ്ട്. എല്ലാം നമ്മുടെ ചാനലിൽ നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നതാണ് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഹെൽപ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഹെൽപ്ഫുൾ ആയെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, മാക്സിമം സപ്പോർട്ട് ചെയ്യുക. ഓക്കെ ഡിയർ സ്റ്റുഡൻറ്റ്, താങ്ക് യു സോ മച്ച്.